കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കേരളത്തിലുടനീളം പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ CPMന് കനത്ത പ്രഹരമായിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന S ജയമോഹൻ്റെ പരാജയം. കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണയാണ് ഇവിടെ S ജയമോഹനെ 16,830 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. CPMനെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നു. ഇവിടെ നിന്നാണ് കൊല്ലത്തേക്ക് ഇദ്ദേഹത്തിനെ മത്സരിപ്പിക്കാനായി പാർട്ടി നിയോഗിക്കുന്നത്. പാർട്ടിയുടെ സകല ഇടപെടലുകളും കൊല്ലം ജില്ലയിൽ നടത്തി വലിയ പ്രചരണമായിരുന്നു നടത്തിയത്. കാരണം മുതിർന്ന നേതാവാണ്, പരാജയപ്പെട്ടാൽ പിന്നീട് പലരും ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ പ്രചരണത്തിലടക്കം നടത്തി. കാടടച്ചുള്ള പ്രചരണം നടത്തിയെങ്കിൽ പോലും S ജയമോഹൻ ഇവിടെ കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ച് ജില്ലയിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മറ്റുള്ള മണ്ഡലങ്ങൾ പോലെയല്ല S ജയമോഹനെ പോലൊരു മുതിർന്ന അംഗം മത്സരിക്കുന്ന ഈ മണ്ഡലം എന്തുകൊണ്ടും വിജയിക്കും. കാരണം മുകേഷിലൂടെ അവസാനം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 2000 ചില്ലുവാൻ വോട്ടുകൾക്കാണ് മുകേഷ് ജയിച്ചത്. തീർച്ചയായിട്ടും S ജയമോഹൻ പോലുള്ള ഒരു മുതിർന്ന നേതാവ് വരുന്നതോടുകൂടി ഇതിനൊരു മാറ്റം വരും. കൊല്ലം മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നായിരുന്നു CPMൻ്റെയും പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെയും കണക്കൂട്ടൽ. എന്നാൽ കണക്കൂട്ടുകൾ പാടെ തെറ്റിച്ചുകൊണ്ട് S ജയമോഹൻ പരാജയപ്പെട്ടിരിക്കുകയാണ്.